ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പൊളിച്ചു, ലാലേട്ടൻ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിച്ചു, ലാലേട്ടൻ തീയായിരുന്നു, ഫയറായിരുന്നു, തകർത്തു, ഹൗസിലുള്ള എല്ലാവരും എറികേറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതെല്ലാം ഒരു ഡ്രാമയായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ്ലി ഒരു ഡ്രാമയായിരുന്നു. പെർഫെക്റ്റ് സ്ക്രിപ്റ്റിനനുസരിച്ച് പോയൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഒരു, അതായത് ദൂരെ എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഒന്ന് അടിപൊളി എപ്പിസോഡായിരുന്നു, തകർത്ത് ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചു, ലാലേട്ടൻ പൊളിച്ചടക്കിന്നൊക്കെ പറയാം. പക്ഷേ നേരെ തിരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡും പെർഫെക്റ്റ്ലി അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ കൊണ്ടുപോയതാണ്. ഇന്നത്തെ എപ്പിസോഡ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് പവർ റൂമിൻ്റെ പ്രശ്നങ്ങളാണ്. അത് ശരിയാണ്, കറക്റ്റാണ്. നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പവർ റൂം ചെയ്ത തെറ്റും റസ്മിൻ ചെയ്ത തെറ്റെല്ലാം ചോദിച്ച കാര്യം കറക്റ്റായിരുന്നു. പക്ഷെ അപ്പോഴും നിങ്ങൾ അവിടെ നേരെ ചിന്തിക്കേണ്ടത് പവർ റൂമിൽ എല്ലാവരെയും അങ്ങ് അടിച്ചമർത്തിയിട്ടില്ല. പവർ റൂമിൽ അൻസിബയും ഋഷിയും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് കൂടുതൽ കാര്യങ്ങളും പോയത്. പവർ റൂമിലുണ്ടായിരുന്ന നോറയെ ഇന്ന് ബൂസ്റ്റ് ചെയ്യുന്ന പോലെയാണ് കാര്യങ്ങൾ പോയത്. നോറയെ അവിടെ എന്തെങ്കിലും മോശം പറഞ്ഞായിട്ട് നിങ്ങൾ കണ്ടായിരുന്നു? നോറ അവിടെ നല്ല രീതിയിൽ ഹൈപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് പോയത്. നോറ ആയാലും ജാസ്മിൻ ആയാലും അവരെ ഒരു തരത്തിലും ഒരു കുറ്റവും ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞില്ല. നേരെ തിരിച്ച് നോറയ്ക്ക് അവിടെ ആവശ്യമില്ലാത്തൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ജാസ്മിനെതിരെ ജയിൽ നോമിനേഷൻ ചെയ്തതിൽ നോറ ഇന്നസെൻ്റ് ആണെന്നുള്ളത് പറയാനും അത് ജാസ്മിൻ്റെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നോറയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത പോലെ ഇതുപോലെ എന്തോരെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തെറ്റിദ്ധാരണയുടെ പേരിൽ പ്രശ്നങ്ങളായി മുന്നോട്ട് പോയ ഒരുപാട് കാര്യങ്ങളുണ്ടായി. അതൊന്നും ലാലേട്ടൻ ഇതുപോലെ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ. അവർക്ക് അതിന് വേണ്ടി സംസാരിക്കാൻ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തില്ലല്ലോ. നോറയുടെ ഭാഗം വന്നപ്പോൾ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ റസ്മിന് കൊടുത്ത പണിഷ്മെൻറ്റ്, റസ്മിന് യെല്ലോ കാർഡ് കൊടുത്തു, ഓക്കെ, ഞാൻ സമ്മതിച്ചു, അത് നല്ല കാര്യം. ജാസ്മിനെതിരെ ചെയ്തതിന് റസ്മിന് യെല്ലോ കാർഡും നോമിനേഷനിൽ ഇട്ട് തന്നു. നോമിനേഷനിൽ ഈ സാധനം വന്നല്ല, അത് തന്നെ വലിയ കാര്യം. ഇനി ബാക്കി കാര്യം പ്രേക്ഷകരുടെ കയ്യിലാണ്. എന്തായാലും നോമിനേഷനിലോട്ട് കിട്ടിയത് തന്നെ വലിയ കാര്യം. അത് തന്നെ ലാലേട്ടനോട് നന്ദി പറയണം എന്തായാലും. അതല്ല, ഞാൻ നേരെ മറിച്ച് ചിന്തിക്കുക, ഇതേപോലെ തന്നെ ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ വെറുതെ ഒന്നുമല്ലാത്ത രീതിയിലാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജിൻഡോയെ ജാസ്മിൻ അടിച്ച ഒരു വിഷയം, അത് ലാലേട്ടൻ വളരെ നിസ്സാരമായ രീതിയിൽ ഒരു തമാശ എന്ന രീതിയിൽ അത് ആ ഒരു ലാഘവത്തോടു കൂടി ഒന്നുമല്ലാത്തൊരു സബ്ജക്റ്റാക്കി മാറ്റി കളഞ്ഞായിരുന്നു. അതേ സംഭവം ജാസ്മിനെതിരെ വന്നപ്പോൾ അത് യെല്ലോ കാർഡും നോമിനേഷന് ഇതൊക്കെ വന്നു. അതൊരു പ്രത്യേക ആക്ഷനും കാര്യങ്ങളെല്ലാം എടുത്ത്. പക്ഷേ ജിൻഡോക്കെതിരെ വന്നപ്പോൾ അവിടെ ചോദിക്കാനും ഇല്ല, ആരുമില്ല. അത് ജിൻഡോ അല്ലേ, അവിടെ ഒന്നുമില്ല. ഭയങ്കര ഇക്വാളിറ്റിയാണ്, ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇക്വാലിറ്റി ആയിരുന്നു. എന്തായാലും റസ്മിനെ നോമിനേഷനിലോട്ട് കിട്ടിയത് തന്നെ വലിയ ആശ്വാസം. അതിന് കുറേ നാളതിങ്ങനെ മേലെ കയറി ഇരിക്കുന്നത്, അതൊന്ന് താഴെ ഇറങ്ങി കിട്ടാനായിട്ട് കാത്തിരുന്ന പോലെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത ആഴ്ച എന്തായാലും അതിൻ്റെ ഒരു തീരുമാനം കാണാം. പക്ഷേ ഈ ഒരാഴ്ച അതിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ ബിഗ് ബോസ് ആണ്, ഓരോ ദിവസത്തെ എപ്പിസോഡ് മതി ഒരാൾക്ക് വോട്ട് കയറാനായിട്ട്. അപ്പോൾ ആ ഒരാഴ്ച എന്തായാലും ക്രൂഷ്യലാണ്. പക്ഷേ റസ്മിൻ എത്രയൊക്കെ ശ്രമിച്ചാലും മേലെ കയറാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൻസിബ ഈഗോ വിട്ടൊരു കളിയില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഇന്നത്തെ. അൻസിബ അവിടെ ലാലേട്ടനായാലും വന്ന സാബുമോനായാലും എല്ലാവരും വലിച്ചു കയറാൻ നോക്കി. എന്നിട്ട് അൻസിബ മാത്രമല്ല, ഋഷി പോലും അവിടെ ലാലേട്ടൻ നിന്ന് സംസാരിക്കുമ്പോൾ അത് ലാലേട്ടൻ ഒരു ഹോസ്റ്റാണ്, ഇത്രയും വലിയൊരു ആക്ടറാണ്, അതിൻ്റെ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് ഇത് അവിടെ നിന്ന് കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അംഗീകരിക്കാൻ തയ്യാറല്ല അവർ. അത് അവരുടെ ഒരു ക്യാരക്ടറായി. പിന്നെ അൻസിബയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അൻസിബക്ക് ഇനി അവിടെ ഒന്നും നോക്കാനില്ല. അൻസിബ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ച ഒരാളാണ്, അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾ. ഇനി എല്ലാം പറഞ്ഞെടുത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ചിന്തിക്കും അൻസിബയുടെ ഭാഗത്ത് ഓക്കെ പെർഫെക്റ്റ്, അൻസിബക്ക് ഇനി അവിടെ ഒന്നും നോക്കാനില്ല, അൻസിബ പറയാനുള്ള മുഖത്തേക്ക് പറയും. പക്ഷേ അവിടെ അൻസിബ നല്ല രീതിയിൽ ഈഗോ വെച്ച് കളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഇവരെ ഇങ്ങനെ ഇപ്പോൾ ഋഷി ആയാലും അൻസിബ ആയാലും നല്ല രീതിയിൽ ലാലേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സേഫായി പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കതാണ് മനസ്സിലാവാത്തത്. ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, നോറയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ബാക്കിയുള്ള ഹൗസിലുള്ള ആളുകളെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ജിൻഡോക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. എന്തുകൊണ്ട് കൊടുത്തില്ല? ജിൻഡോ ആണ് പവർ റൂമിനെതിരെ ഈ ഒരു വീക്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു പോയിന്റ് വെച്ച് കളിച്ചത്. ജിൻഡോ മാത്രമാണ് പവർ റൂമിൻ്റെ ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ച് അവിടെ ഒരു പെർഫെക്റ്റ് പ്രശ്നം ഉണ്ടാക്കിയത്. അതായത് പവർ റൂം പണിഷ്മെൻറ്റ് കൊടുത്ത ഒരു സിറ്റുവേഷനിൽ ക്യാപ്റ്റനാണ് പണിഷ്മെൻറ്റ് കൊടുക്കാമെന്ന് നിങ്ങളുണ്ടാക്കിയ നിയമമാണ്, അതെന്തുകൊണ്ട് നിങ്ങൾ പാലിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ അവിടെ ഒരാൾക്കും പറ്റിയില്ല. അവിടെ ചോദിച്ച് പെർഫെക്റ്റ് ടൈമിങ്ങിൽ ആ സംഭവം പൊട്ടിച്ചത് ജിൻഡോ ആണ്. ആ ജിൻഡോ ചെയ്ത അത്രയും വലിയൊരു കാര്യം കിടന്നിട്ട് ജിൻഡോക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് പോലും കൊടുത്തില്ല. അപ്പോൾ പലർക്കും സ്പേസ് കൊടുക്കാണ്ട് എല്ലാ വീക്കിലും ഈ നോറ ജാസ്മിൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇവരെ തന്നെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തോളൂ. എന്നിട്ട് അതിനെതിരായിട്ട് എന്തെങ്കിലും ഒരു ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങ് വല്ലാണ്ട് അങ്ങ് ആക്രമിച്ച് വലിയ മാസ് കാണിക്കുന്ന പോലെ കാണിക്കും. എനിക്ക് തോന്നുന്നു ഈ ശ്വേതാ മേനോൻ വന്നതുവരെ ശ്വേതാ മേനോനോട് പറഞ്ഞു കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു. കാരണം ശ്വേതാ മേനോൻ വന്നിട്ട് ഇത്രയും ആളുകൾ ചെയ്ത പെർഫോമൻസ് എല്ലാം തട്ടി കളഞ്ഞിട്ട് അവിടെ പറഞ്ഞത് നോറയുടെയും റസ്മിൻ്റെയും പെർഫോമൻസാണ്. അവരാണ് കൂടുതൽ നല്ലതായിട്ട് കാണിച്ചതെന്ന് പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല നോറ എന്താണ് ഇതിൽ ചെയ്തതെന്ന്.
റസ്മി പിന്നെ ശ്വേതാ മേനോനോട് കാണിച്ചത് അത് വേറെ വൈബാണ്. അത് ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ശ്വേതാ മേനോനോട് എന്തിനാണ് റസ്മിൻ അത്രയും കാണിച്ചതെന്നുള്ളത്. അത് ചോറിനുള്ള ആളുകൾക്ക് മനസ്സിലാവും. പക്ഷേ നോറ എന്ത് ചെയ്തിട്ടാണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അവിടെ ഈ പറഞ്ഞ പവർ റൂമിലെ കംപ്ലീറ്റ് ആളുകളും ഗസ്റ്റുകളോട് വളരെ മോശമായിട്ട് പെരുമാറി. എന്നിട്ട് അതിൽ നോറയെ എടുത്ത് പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവും. ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ നോറ നിങ്ങളൊന്ന് പറഞ്ഞേക്ക്, പാവം വിഷമിച്ചിരിക്കുകയാണ്, കൊച്ചു സങ്കടപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളൊന്ന് ആശ്വസിപ്പിച്ചേക്കെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എനിക്കൊന്ന് സാബുമോൻ്റെ ആ ഒരു നമ്പർ നടന്നില്ല എന്ന് തോന്നുന്നു. സാബുമോൻ പച്ചക്ക് വീറ് മുടിച്ചിട്ടുണ്ട്. സാബുമോൻ അതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞത് അതാണ് കറക്റ്റ്. സാബുമോൻ വെറുത്താണ് അതിൻ്റെ അകത്ത് ഇറങ്ങിപ്പോയി. പുറത്തിറങ്ങിയിട്ട് എനിക്കൊന്ന് ഈ എപ്പിസോഡ് കണ്ടിട്ടുണ്ട് തോന്നുന്നത്. അത് അതിൻ്റെ കംപ്ലീറ്റ് കലിപ്പും സാബുമോൻ അതിൻ്റെ അകത്ത് തീർത്തിട്ടുണ്ട് അവരോട്. അതുകൊണ്ട് എനിക്കൊന്ന് ലാലേട്ടനേക്കാളും തകർത്തത് എനിക്കൊന്ന് സാബുമോനാണെന്ന് തോന്നുന്നത്. സാബുമോൻ കുറേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ഋഷിയുടെയൊക്കെ ആ സമയത്തും ഋഷിയൊക്കെ സാബുമോൻ അവിടെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് പൊട്ടിത്തെറിച്ച് തകർത്തേനെ പറയാമെന്നുള്ളതെല്ലാം പറഞ്ഞു. പക്ഷേ ഇത് ഋഷിയൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. ലാലേട്ടൻ നിൽക്കുന്നു, അവർ ഗസ്റ്റാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഋഷിയൊക്കെ അങ്ങ് തകർന്ന് നിൽക്കുകയാണ്. ഋഷി എന്നിട്ട് അതിൻ്റെ ദേഷ്യം കംപ്ലീറ്റ് തീർക്കുന്നത് അവരോടാണ്, ഹൗസിലുള്ള ആളുകളോടാണ്. എനിക്കതൊന്നുമല്ല ചോദിക്കാനുള്ളത്. ഇതൊക്കെ പോട്ടെ, റസ്മിന് പണിഷ്മെൻറ്റ് കൊടുത്തു, ജാസ്മിന് ഫിസിക്കൽ അസോൾട്ടിന് പണിഷ്മെൻറ്റ് കൊടുത്തു, എല്ലാം ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഈ പന്നിയുടെ മോനെ എന്ന് സിജോയെ വിളിച്ചതിന് എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല? എന്തുകൊണ്ട് ആ ഒരു വിഷയം ഇന്നത്തെ ദിവസം കൊണ്ടുവന്നില്ല? അപ്പോൾ ജാസ്മിനെ ചെയ്താൽ മാത്രമേ ഇവർ ചോദിക്കുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്ത് കാണിക്കാല്ലേ? സത്യം പറഞ്ഞാൽ നല്ല കോമഡി ആയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ്. ആളുകളെ പറ്റിച്ച് എന്തായാലും ഇനി എത്ര ദിവസം ഇങ്ങനെ ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല. അതായത് പ്രേക്ഷകരെ കണ്ണി പൊടിയിടാനായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവസാനിപ്പിച്ചൊരു എപ്പിസോഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒരാൾക്ക് അതിൽ കൂടുതൽ ഒരാൾക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്തില്ല. ആകെ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ സ്പേസ് കൊടുത്തത് ജാസ്മിനും പിന്നെ നോറയ്ക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർ ഇപ്പോൾ അൻസുബ ആയാലും ഋഷി ആയാലും ഇവരൊക്കെ എണീപ്പിച്ച് നിർത്തിയിട്ട് അവരോട് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾക്ക് ഒന്നും പറയാനില്ലാത്തൊരു സിറ്റുവേഷൻ പോലെയാണ് കൊണ്ടുപോയത്. എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ അത് തന്നെയാണ് ഫീൽ ചെയ്തത്. എന്തായാലും ജാസ്മിന് ഒരു കപ്പ് അല്ലെങ്കിൽ നോറയ്ക്ക് ഒരു കപ്പ് എന്ന രീതിയിലാണ് ഈ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഈ സീസണിൽ ജിൻഡോ കപ്പടിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ടെങ്കിലും കൊടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ലെവലിലാണ് പോകണമെങ്കിൽ കൊടുക്കില്ല. അതിൻ്റെ അകത്ത് ജിൻഡോ എന്നല്ല, എത്ര വലിയ പ്ലെയർ ഉണ്ടായാലും ഒന്നും നടക്കാൻ പോകണില്ല. ഈ ഒരു ലെവലിലാണ് പോകണമെങ്കിൽ അവർ ഉദ്ദേശിച്ച് വെച്ചേക്കണം, അവർ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണ ആളുണ്ടാവും, അവർക്ക് തന്നെ കപ്പ് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ സിജോക്കെതിരെ ഇത്രയും വലിയൊരു ചീത്ത വിളിച്ചൊരു കാര്യം മുക്കേണ്ട ഒരു ആവശ്യമില്ല. ജാസ്മിൻ്റെ തൊട്ടപ്പോൾ മാത്രമേ ഹൗസിലുള്ള ആളുകൾക്ക് ലാലേട്ടനൊക്കെ കൊണ്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വെറുതെ. എനിക്ക് മനസ്സിലാവുള്ള ഈ നോറയ്ക്ക് ഇത്രയും സ്പേസ് എല്ലാ വീക്കെൻഡിലും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നോറ പറയൂ. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ എവിക്ഷൻ്റെ കാര്യത്തിലായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ല എന്ന് നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞാണ്. ഈ ഒന്നും ചെയ്യാത്ത ആളുകൾ 2 പേര് പവർ റൂമിൽ കയറി ഇരുന്ന് വെറുതെ ഇങ്ങനെ ഓരോ ആഴ്ചകൾ രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ ആളുകളാണ് ശ്രീരേഖയും ശരണ്യയും. അവരെന്തായാലും എവിക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ശരണി ഇന്നത്തെ എപ്പിസോഡിൽ എവിക്റ്റായി, ശ്രീരേഖ നാളത്തെ എപ്പിസോഡിൽ എവിക്റ്റ് ആവുമെന്നാണ് കേട്ടത്. അപ്പോൾ അത് ശരിയാണെങ്കിൽ മെയിനായിട്ടുള്ള 2 വാഴകൾ പോയിട്ടുണ്ട്. ഇനി ബാക്കി ഇതുപോലെ റസ്മിനെ പോലെ യൂസ്ലെസ് ആയിട്ടുള്ള ആളുകൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരു യൂസും ഇല്ലാത്ത ഒരാളാണ് റസ്മിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ജാസ്മിൻ ആയാലും നോറ ആയാലും ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ട്. പക്ഷെ ഒരു തരത്തിൽ ഒരു യൂസും ഇല്ലാത്ത, ഒരു ഫണ്ണോ ഒന്നുമില്ലാത്തൊരു കണ്ടസ്റ്റൻറ്റ്, വെറുതെ ഇങ്ങനെ ഇറം പിടിച്ച് അതിൻ്റെ അകത്ത് എന്തോ ആളാണെന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് നടക്കണ റസ്മിനാണ് ആദ്യം പോകേണ്ടത്. റസ്മിൻ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് തീരുമാനിക്കും. പക്ഷേ ഇപ്പം നിലവിൽ ഹൗസിൽ നിൽക്കാൻ ഒരു യോഗ്യത ഇല്ലാത്തത്, അതായത് വെറും യൂസ്ലെസ് കണ്ടത്. ഇത്ര എപ്പിസോഡ് 63-64 എപ്പിസോഡ് കഴിഞ്ഞിട്ടും അതിൻ്റെ അകത്ത് കാര്യമായ ഒരു ഇൻപുട്ടും കൊടുക്കാത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് റസ്മിൻ. വെറുതെ അവിടെ വലിയ എന്തോ സംഭവം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും നോമിനേഷന് കിട്ടിയിട്ടുണ്ട്. കുറേ നാളിങ്ങനെ ഒളിച്ചുമ്പോൾ അത് നടക്കുകയായിരുന്നു. നോമിനേഷന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് അടുത്ത വീക്ക് തീരുമാനിക്കാം. കാരണം പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വീക്കിൽ ബാക്കിയുള്ള ആളുകൾ, അതായത് ഇനി നോമിനേഷൻ വരാൻ പോകുന്ന ആളുകൾ നല്ല രീതിയിൽ നിന്നാൽ അവർക്ക് അത്യാവശ്യം വോട്ട് കിട്ടും. ഈ റസ്മിനേക്കാളും താഴെ വോട്ട് പോകുന്ന രീതിയിൽ ഒരാളും കളിക്കാണ്ടിരിക്കണം. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതായത് ഒരു ദിവസം ഒരാളും നല്ല രീതിയിൽ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അയാളുടെ ആഴ്ചത്തെ വോട്ട് കംപ്ലീറ്റ് പോയി. അപ്പോഴും റസ്മിൻ സേവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് റസ്മിനെ പ്രേക്ഷകരെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് പുറത്താക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഒരു യൂസ് ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ്. ഞാനിത് ആളെ സപ്പോർട്ട് ചെയ്ത ഒരു ഫേവറിസത്തിൽ പറയുന്നില്ല. ഈ ഒരു ഷോ ഒരു ക്വാളിറ്റി ഉള്ള ഷോ ആണല്ലോ. നമ്മളൊക്കെ ബിഗ് ബോസ് ഷോയുടെ ഫാൻസാണ്, അല്ലാണ്ട് അതിലെ കണ്ടസ്റ്റൻറ്റുകളുടെ ഫാൻസ് അല്ല. ബിഗ് ബോസ് എന്നൊരു ഷോയെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളതൊക്കെ കാണുന്നത്. അല്ലാണ്ട് ഈ സീസണിൽ നമ്മൾക്ക് ഫാനായിട്ട് നിൽക്കാൻ പറ്റിയ ഒരാൾ പോലും ഇല്ല. അതിലാകെ മൈൻഡ് ഗെയിം കളിക്കുന്ന എൻ്റെ അഭിപ്രായത്തിൽ ജിൻഡോ മാത്രമേ ഉള്ളൂ. പക്ഷേ ജിൻഡോക്ക് വേണ്ട സ്പേസ് അതിൽ കൊടുക്കുന്നില്ല. ജിൻഡോ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്ത് പറയുന്നില്ല. അതായത് ജിൻഡോയെ അടിച്ചമർത്തുന്ന രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോയോടുള്ള റെസ്പെക്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങളായാലും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയോടുള്ള റെസ്പെക്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതുകൊണ്ട് അതിൽ യൂസ്ലെസ് ആയിട്ടുള്ള ഇതുപോലത്തെ കണ്ടസ്റ്റന്റുകൾ നിൽക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അവരെയൊക്കെ ആദ്യം എടുത്ത് കളയാം. പ്രേക്ഷകർ എല്ലാവരും ഒന്നിച്ച് നിന്ന് നമ്മുടെ റസ്മിനെ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് കയറ്റി വിടണമെന്ന് നോക്കാം. ബാക്കി കാര്യങ്ങൾ നാളെ ലാലേട്ടൻ വന്നിട്ട് പവർ റൂമിൻ്റെ എന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ബാക്കി സംസാരിക്കാം. അതുവരെ